എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പദാർത്ഥ സ്വഭാവം എന്നതിലെ 6ാമത്തെ വീഡിയോ ക്ലാസ് ആണിത്. ഇതിന് മുൻപുള്ള ക്ലാസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ച് കാണേണ്ടതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ക്രോമറ്റോഗ്രഫി എന്നിവയാണ്. ഇനി നമുക്ക് സബ്ലിമേഷനിലേക്ക് പോകാം. എന്താണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം? നമുക്ക് നോക്കാം. ഇതിലൊരു പരീക്ഷണം നമ്മൾ പറയുന്നുണ്ട്. ആ പരീക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാം. അയഡിൻ ക്രിസ്റ്റൽ ചൂടാക്കി അയഡിൻ ബാഷ്പം നമ്മൾ ശേഖരിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. Iodine is a substance that changes directly into gas on heating without changing into liquid. ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് ബാഷ്പമാകുന്ന പദാർത്ഥമാണ് അയഡിൻ. അയഡിൻ്റെ പ്രത്യേകത എന്താണ്? അയഡിൻ ചൂടാക്കുമ്പോൾ ദ്രാവകമാകുന്നില്ല, നേരിട്ട് എന്തായി മാറുന്നു? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, ബാഷ്പമായിട്ട് മാറുന്നു. ഇത് ഡയറക്റ്റ്ലി changes into gas on heating without changing into liquid. ഇത് നോക്കുക, നമുക്കൊരു പരീക്ഷണം, ഒരു എക്സ്പെരിമെൻറ്റിൽ ഇവിടെ ഉണ്ട്. നമുക്കതിലേക്ക് പോകാം. ടേക്ക് നാഫ്തലിൻ, കാംഫർ ആൻഡ് അമോണിയം ക്ലോറൈഡ് ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്. നമ്മൾ ഏതെല്ലാം എടുക്കുന്നത്? നാഫ്തലിൻ എന്ന് പറയുമ്പോൾ ഏതാണ്? നാഫ്തലിൻ, കാംഫർ ആൻഡ് അമോണിയം ക്ലോറൈഡ്. നാഫ്തലിൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പാറ്റ ഗുളിക നമ്മൾ സാധാരണ പറയാറുണ്ട്. പിന്നെ ഏതാണ്? കാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. അമോണിയം ക്ലോറൈഡ്, അതായത് പാറ്റ ഗുളിക, പിന്നെ കർപ്പൂരം, അമോണിയം ക്ലോറൈഡ് ഇവയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബിൽ, വ്യത്യസ്ത നമ്മൾ ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടാക്കുക. ഇവ ഉരുകി ദ്രാവകമാകുന്നുണ്ടോ? ഇവ ഉരുകിയിട്ട് അത് ദ്രാവകമാകുന്നുണ്ടോ? ഹീറ്റ് ദം ആൻഡ് ഒബ്സർവ്. ഡു ദേ മെൽറ്റ് ഇൻ ടു ലിക്വിഡ്? അവ ദ്രാവകമാകുന്നുണ്ടോ? ഇല്ല. അവ എന്താ ചെയ്യണത്? ഇത് നേരിട്ട് എന്തായിട്ട് മാറുന്നു? വാതകമായി മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് വെൻ ഹീറ്റഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്പതനം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇവിടെ ഒന്നും കൂടെ പറയുന്നെന്ന് മാത്രം. ഇവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഈ പിക്ചറിലേക്ക് എല്ലാവരും നോക്കുക. ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കിയല്ലോ. ഇവിടെ നമ്മൾ എന്താണ് ഈ ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? ലുക്ക് അറ്റ് ദി ഗിവൺ പിക്ചർ. പിക്ചറിലേക്ക് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതിലേക്ക് എന്താണ് എടുത്തിരിക്കുന്നത്? അമോണിയം ക്ലോറൈഡും മണലും, അല്ലേ? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ക്രമീകരണത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമോണിയം ക്ലോറൈഡും മണലും, അമോണിയം ക്ലോറൈഡും സാൻഡുമാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അമോണിയം ക്ലോറൈഡിനെ സാൻഡിനെ ഹൗ ടു സെപ്പറേറ്റ് ദി കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ്? എങ്ങനെ നമുക്കിതിൻ്റെ കമ്പണൻസ് നമുക്ക് വേർതിരിക്കാൻ കഴിയും? ഇത് ഹീറ്റ് ചെയ്യുക. എന്താക്കുക? ചൂടാക്കുന്ന സമയത്ത് ഒരു ചൈന ഡിഷിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിലെടുത്തതിന് ശേഷം അത് ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അമോണിയം ക്ലോറൈഡിനാണോ മണലിനാണോ പെട്ടെന്ന് വേപ്പറായിട്ട് മാറാനുള്ള സാധ്യതകളുള്ളത്? അമോണിയം ക്ലോറൈഡ് ഡയറക്റ്റ്ലി ചേഞ്ചസ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ്. അമോണിയം ക്ലോറൈഡ് അതിൻ്റെ നേരിട്ട് ബാഷ്പമായി മാറുന്നു. ബാഷ്പമായി മാറിയിട്ട് ഈ ഫണലിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യുന്നു? ബാഷ്പമായി മാറി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കിടന്ന് ഘനീഭവിക്കുന്നു, സോൾഡിഫിക്കേഷൻ നടക്കുന്നു. ഘനീഭവിച്ചതിന് ശേഷം അത് വീണ്ടും എന്തായിരുന്നു? അമോണിയം ക്ലോറൈഡിൻ്റെ ഒരു വെളുത്ത പൊടി നമുക്ക് പിന്നെ അവിടെ കാണാൻ പറ്റും. ഘനീഭവിച്ച അമോണിയം ക്ലോറൈഡ്, സോൾഡിഫൈഡ് അമോണിയം ക്ലോറൈഡ് നമുക്ക് അവിടെ നിന്ന് സോളിഡ് ഫോമിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ലഭിക്കും. അതായത് അമോണിയം ക്ലോറൈഡും സാൻഡും മണലും എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് നേരിട്ട് വാതകമായി ബാഷ്പരൂപത്തിലേക്ക് മാറുന്നു, വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഈ അമോണിയം ക്ലോറൈഡ് വേപ്പർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ സോളിഡിഫിക്കേഷൻ നടന്നിട്ട് അതൊരു സോളിഡിഫൈഡ് അമോണിയം ക്ലോറൈഡ്, സോളിഡായിട്ടുള്ള, അതായത് ഒരു പൊടി രൂപത്തിലുള്ള അമോണിയം ക്ലോറൈഡ് നമുക്ക് വീണ്ടും ലഭിക്കുന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണലിന് എന്ത് സംഭവിക്കുന്നു? മണൽ അവിടെ ചൈന ഡിഷിൽ തന്നെ അവിടെ കിടക്കുന്നു. ചൈന ഡിഷിൽ ഒരു മാറ്റം സംഭവിക്കാതെ മണൽ അവിടെ കിടക്കുന്നു. അമോണിയം ക്ലോറൈഡ് മുകളിലേക്ക് പോയിട്ട് അമോണിയം ക്ലോറൈഡിനെ നമുക്ക് അവിടെ വെച്ച് ശേഖരിക്കാം.
അപ്പോൾ ഈ പ്രോസസ്സാണ്, സബ്ലിമേഷൻ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്. വി ഹീറ്റ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ് ഇൻ എ ചൈന ഡിഷ്. This ammonium chloride directly changes into gaseous state to form ammonium chloride vapors. After some time, it will solidified into ammonium chloride. Then we can separate ammonium chloride from sand. Sand left behind the China dish. ഇനി നമുക്ക് സെൻട്രിഫ്യൂഗേഷനെ കുറിച്ച് പഠിക്കാം. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണിത്. ദിസ് ഈസ് എ മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് കമ്പണൻസ് ഫ്രം എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ ദി മാസ് ഓഫ് പാർട്ടിക്കിൾ. അതായത് മാസ് ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പണൻസിനെ, ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണിത്. ഇതിൻ്റെ ഉപയോഗം എന്താണ്? This method is used in clinical laboratories to separate blood cells from blood sample. അതായത് ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും, രക്തത്തിൽ നിന്നും രക്തകോശം വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം എന്താണ്? ആൻഡ് ഓൾസോ ഫോർ ദി ക്വിക്ക് സെപ്പറേഷൻ ഓഫ് ദി precipitate obtained during chemical experiments. അതായത് രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഈ മാർഗം ഉപയോഗിക്കുന്നു. ഇനി നോക്കുക, ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നോക്കാം. ഇത് ലിക്വിഡ് കണ്ടെയ്നിങ് ദ സാമ്പിൾ ഇസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. നമുക്ക് ഏതാണോ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, വേർതിരിക്കേണ്ടത്, ആ സാമ്പിൾ അടങ്ങിയ ദ്രാവകം നമ്മൾ ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് ഒരു ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രം ആധാരമാക്കി കറക്കുന്നു. ഇവിടെ ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബുകളുണ്ട്. ഇതിവിടെയാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ നടുക്കൊരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ അവിടെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കൈ ഉപയോഗിച്ച് കറക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ദി ഇൻസോലിബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദി ബേസ് ഓഫ് ദിയർ മാസ് ഡിഫറൻസ്. അതെന്താ സംഭവിക്കുന്നത്? ഒരു ദ്രാവകത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് നടക്കുന്നത്. അതായത് ഇവിടെ ജലവുമുണ്ട്, അതുപോലെ തന്നെ അലേയമായത്, ലയിക്കാത്ത സംഭവം ഉണ്ടല്ലേ? ആ ലയിക്കാത്ത സംഭവം, അതായത് അലേയമായ വസ്തു, അലേയമായത് എവിടെ കിടക്കുന്നു? അത് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലോട്ടും മുകളിൽ എന്ത് ചെയ്യുന്നു? മുകളിൽ വാട്ടർ പോലുള്ള, മുകളിൽ മാസ് കുറഞ്ഞവ മുകളിലോട്ടും മാസ് കൂടിയവ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലോട്ടും വന്ന് അടിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ടു സെപ്പറേറ്റ്, നമുക്ക് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ, ലയിക്കാതെ കിടക്കുന്ന ഘടക കണികകൾ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞുകൂടും. അതുപോലെ മുകൾ ഭാഗത്ത് വെള്ളം പോലുള്ള, വാട്ടർ പോലുള്ള ഭാഗങ്ങൾ മുകൾ ഭാഗത്ത് കിടക്കുകയും ചെയ്യും. അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരം കൂടിയ വസ്തു, ഭാരം കൂടിയ പദാർത്ഥം താഴെയും ഭാരം കുറഞ്ഞത് മുകളിലുമായിട്ടാണ് സെൻട്രിഫ്യൂജ് ടെസ്റ്റ് ട്യൂബിൽ കിടക്കുന്നത്. ഈ ഉപകരണത്തിൻ്റെ പേരാണ് പറയുന്നത് സെൻട്രിഫ്യൂജ്. ഉപകരണത്തിന് പറയുന്ന പേരാണെന്ത്? സെൻട്രിഫ്യൂജ്. ഈ ഉപകരണത്തിൻ്റെ ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് ഈ പ്രക്രിയ? സെൻട്രിഫ്യൂഗേഷൻ. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോലിബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ, അലേയങ്ങളായ ഘടക കണികകളെ ഓൺ ദി ബേസ് ഓഫ് ദെയർ മാസ് ഡിഫറൻസ്, ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂജ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? സെൻട്രിഫ്യൂഗേഷൻ. അപ്പം നമുക്ക് ഭാരം കൂടിയ കണികൾ താഴെയും ഭാരം കുറഞ്ഞവ മുകളിലുമായിട്ട് കിടക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേഗം വേർതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് അതിൽ നിന്ന് നമുക്ക് ഭാരം കൂടിയതും ഭാരം കുറഞ്ഞതുമായ വസ്തുക്കൾ നമുക്ക് വളരെ നന്നായിട്ട് വേർതിരിക്കാൻ കഴിയുന്നു. ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഈ പ്രക്രിയ പ്രയോജനപ്പെടുത്താം. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ കടയോലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറില്ലേ? അത് നടക്കുന്നത് ഇതേപോലെ തന്നെ ഒരു സെൻട്രിഫ്യൂഗേഷൻ പോലെയുള്ള മറ്റൊരു മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റ് ബട്ടർ ഫ്രം കേഡ്. അതായത് തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെൻട്രിഫ്യൂഗേഷൻ മാർഗം നമുക്ക് ഉപയോഗിക്കാം. ഇനി മറ്റൊരു
സെപ്പറേഷൻ മെത്തേഡാണ് ക്രൊമറ്റോഗ്രഫി. ക്രോമ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? കളറാണ്, നിറമാണ്, അല്ലേ? എന്താണ് ക്രൊമറ്റോഗ്രഫി? എങ്ങനെയാണ് ക്രൊമറ്റോഗ്രഫി ചെയ്യുക എന്നതിലേക്ക് നമുക്ക് പോകാം. എന്താണ് ക്രൊമറ്റോഗ്രഫി? നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫിൽറ്റർ പേപ്പർ, നമ്മൾ റിബൺ ആകൃതിയിൽ ഒരു ഫിൽറ്റർ പേപ്പർ നമ്മൾ ഒരു കഷ്ണം നമ്മളൊരു ഫിൽറ്റർ പേപ്പർ മുറിച്ചെടുക്കുക. അതിൻ്റെ ഒരറ്റത്തിന് അതിൻ്റെ ഫിൽറ്റർ പേപ്പറിൽ നമ്മളൊരു താഴ്ഭാഗത്ത് കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്കെച്ച് പേനയിലെ കറുത്ത മഷി കൊണ്ട് അടയാളം ഇടുക. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നന്നായി ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പരീക്ഷണമാണ്. ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട്, ഫിൽറ്റർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്കൊരു സാധാ നമുക്ക് വെള്ളം കയറുന്ന ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. ഫിൽറ്റർ പേപ്പർ എടുക്കുന്നതാണ് വളരെ നല്ലത്. ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു കറുത്ത മഷി കൊണ്ട്, സ്കെച്ച് പേനയിലെ കറുത്ത മഷി കൊണ്ട് അടയാളമിടുക. അടയാളമിട്ടതിന് ശേഷം എന്ത് ചെയ്യാം? ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബീക്കർ ജലം എടുത്തിട്ട് നമുക്ക് ഫിൽറ്റർ പേപ്പറിൽ നമുക്കൊരു സ്കെച്ച് പെന്നിലെ കറുത്ത സ്കെച്ച് പെന്നിലെ മഷി കൊണ്ട് നമ്മൾ അടയാളം ഇട്ടു. അത് നമ്മൾ എന്ത് ചെയ്യുക? ജലത്തിലേക്ക് താഴ്ത്തി വെക്കുക. Put a black spot using a sketch pen on one end of a filter paper. അതായത് ഫിൽറ്റർ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഏതെങ്കിലും പേപ്പർ എടുക്കുക, ഫിൽറ്റർ പേപ്പർ എടുക്കുക. കട്ട് ലൈക്ക് റിബൺ, ഒരു കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം കീപ് ദിസ് ഡിപ്പ്ഡ് ഇൻ ദി വാട്ടർ. അത് നമ്മൾ ബീക്കറിലുള്ള വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്പ് ചെയ്യുക. ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക? ഡിപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫിൽറ്റർ പേപ്പറിലൂടെ ജലം മുകളിലേക്ക് ഉയരും. ഫിൽറ്റർ പേപ്പറിലൂടെ ജലം മുകളിലേക്ക് ഉയരും. വി ക്യാൻ ഒബ്സർവ് നമുക്കെന്താ കാണാൻ പറ്റുന്നത്? ദിസ് വാട്ടർ ലെവൽ ഇൻ ദ ഫിൽറ്റർ പേപ്പർ അസെൻസ്. ഇത് മുകളിലോട്ട് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഫിൽറ്റർ പേപ്പറിൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഒരു ചിത്രം നോക്കിയേ. ഈ കറുത്ത മഷിയിൽ നിന്ന് അതിലെ പല കളറുകളിലായിട്ടും, നീലയായിട്ടും ചുവപ്പായിട്ടും ഓറഞ്ചായിട്ടൊക്കെ പല കളറായിട്ട് ഈ കറുപ്പ് കളർ മാറിയിട്ടുണ്ടാവും. അതായത് ഈ കളറുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് കറുപ്പ് കളർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കറുപ്പ് കളറിൽ നിന്ന് പല കളറുകളായിട്ട് വേർതിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ മെത്തേഡിനാണ്. ദിസ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് കമ്പണൻസ് ഓഫ് എ മിക്സർ ഈസ് നോൺ ആസ് ക്രൊമറ്റോഗ്രഫി. ഇത്തരത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രഫി. അപ്പോൾ നമ്മൾ കാണുന്ന ഈ കറുപ്പ് ബ്ലാക്ക് കളറിൽ നിന്ന് മറ്റ് കളറുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഈ മെത്തേഡിന് പറയുന്ന പേരാണെന്ത്? ക്രൊമറ്റോഗ്രാഫി. Chromatography is the method used to separate more than one solute dissolved in the same solvent. ഒരു ബ്ലാക്ക് ഇങ്കിൽ നമുക്ക് ഒരുപാട് കളറുകളുണ്ട് അല്ലേ? മോർ ദാൻ വൺ കളർ, ഒരു കളറിനെക്കാട്ടും കൂടുതൽ മോർ ദാൻ വൺ സൊല്യൂട്ട്, പല കളറുകളും പല സൊല്യൂട്ടുകളും ഈ സോൾവെൻറ്റിലുണ്ട്. ദിസ് മെത്തേഡ്, ഇങ്ങനെയുള്ളവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രൊമറ്റോഗ്രഫി. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങൾ, ഒരേ ലായകത്തിൽ ഒന്നിൽ തന്നെ ഒരുപാട് ലീനങ്ങളുണ്ടാവും. ഇവയെല്ലാം നമുക്ക് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയ ക്രൊമറ്റോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. ദിസ് പ്രോസസ് കെയിംസ് ടു നോൺ ആസ് ക്രൊമറ്റോഗ്രഫി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദിസ് മെത്തേഡ് വാസ് ഫസ്റ്റ് എംപ്ലോയ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് കളേർഡ് സബ്സ്റ്റൻസസ്. നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്രൊമറ്റോഗ്രഫിക്കുള്ള നിങ്ങളുടെ എക്സ്ട്രാ റീഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പഠിക്കാം. ഏതാണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് നമ്മൾ പറയുന്ന കേശികത്വം അല്ലെങ്കിൽ കാപ്പില്ലാരിറ്റി. Capillarity is the phenomenon by which liquid rise through the micropores against gravitation. ഭൂഗുരുത്വത്തിനെതിരായിട്ട് മുകളിലോട്ട് കയറാനുള്ള ദ്രാവകത്തിൻ്റെ കഴിവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കാപ്പില്ലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം. അതാണ് ഫിൽറ്റർ പേപ്പറിലൂടെ ജലം മുകളിലോട്ട് ഉയരുന്നതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക്
ഉയരുന്ന ലായകത്തിലൂടെ, അതായത് ഇതിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ ഉയരുകയാണെങ്കിൽ ലീനത്തിൻ്റെ കണികകൾ മുകളിലോട്ട് ഉയരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഏത് കണികകളും ഉയരുന്നു? ലീനത്തിൻ്റെ കണികകളും മുകളിലോട്ട് ഉയരുന്നു. ഇവിടെ വെള്ളം മുകളിലോട്ട് ഉയരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? കണികകളും ലീനത്തിൻ്റെ കണികകളും മുകളിലോട്ട് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം ഈ ഫിൽറ്റർ പേപ്പറും ഇതിൻ്റെ മുകളിലേക്ക് ഉയരുന്ന കണികകളും ഡ്യൂ ടു അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഫിൽറ്റർ പേപ്പർ ആൻഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഫിൽറ്റർ പേപ്പറും തമ്മിലുള്ള ആകർഷണം മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. Due to attraction between filter paper and solute particles, they get attached to the surface of filter paper. അവ ഫിൽറ്റർ പേപ്പർ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പറ്റിപ്പിടിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ. ഇതിനെയാണ് എന്ത് പറയുന്നത്? അതിശോഷണം. ഈ ക്രൊമറ്റോഗ്രഫിക്ക് ആധാരമായ പ്രോസസ്സിൻ്റെ പേരാണ് അഡ്സോർപ്ഷൻ, അതിശോഷണം. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ക്രൊമറ്റോഗ്രഫിക്ക് ആധാരമായ പ്രതിഭാസം ഏത്? അഡ്സോർപ്ഷൻ. വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് ക്രൊമറ്റോഗ്രഫി? അഡ്സോർപ്ഷൻ, അതിശോഷണം. എന്താണ് ക്രൊമറ്റോഗ്രഫിക്ക് ആധാരം? അതിശോഷണം. Particles are separated on the surface of filter paper on the basis of the difference in the rate of adsorption. അഡ്സോർപ്ഷൻ നിരക്കിലുള്ള, അതായത് അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു. അതായത് ഏതാണോ ആദ്യം പറ്റിപ്പിടിക്കുന്നത് അത് ആദ്യം പറ്റിപ്പിടിക്കും. അവയുടെ അതിശോഷണ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അനുസരിച്ചിട്ടാണ് പല കണികകളും പലതരത്തിലായിട്ട് എന്ത് ചെയ്യുന്നത്? വേർതിരിയുന്നത്. ഇതിൻ്റെ ക്രൊമറ്റോഗ്രഫി ഉപയോഗിച്ചിട്ടുള്ള എന്തിനൊക്കെയാണ് നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ പർപ്പസസ് എന്തൊക്കെയാണ്? ടു സെപ്പറേറ്റ് കമ്പണൻസ് ഫ്രം ഡൈസ്, അതായത് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തിനാണ് വേറെ യൂസ് എന്താണ്? രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ. ടു സെപ്പറേറ്റ് പോയ്സണസ് സബ്സ്റ്റൻസസ് മിക്സഡ് വിത്ത് ബ്ലഡ്. ഇതൊക്കെയാണ് ക്രൊമറ്റോഗ്രഫി കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ ഇതിലെ ചോദ്യവും ഉത്തരവും ഒക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. ക്രൊമറ്റോഗ്രഫിയിൽ വരുന്നൊരു ചോദ്യം, വാട്ട് ഈസ് ക്രൊമറ്റോഗ്രഫി? എന്താണ് ക്രൊമറ്റോഗ്രഫി? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമറ്റോഗ്രഫി. എന്താണ്? ക്രൊമറ്റോഗ്രഫി ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദി സെയിം സോൾവെൻറ്റ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ക്രൊമറ്റോഗ്രഫി? എന്താണ് ക്രൊമറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന ചില ഒക്കേഷൻസ്? വാട്ട് ആർ ദി ഒക്കേഷൻസ് യൂസ്ഡ് ദിസ് ക്രൊമറ്റോഗ്രഫി? ഏതൊക്കെ ഒക്കേഷനിലാണ് ഈ ക്രൊമറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് സെൻട്രിഫ്യൂഗേഷൻ? എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ നോട്ട് തയ്യാറാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ വിലയിരുത്താം എന്നതിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക.